ലക്ഷ്മിപ്രിയയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സിനിമകളിലായാലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലായാലും തിളങ്ങി നിൽക്കുന്ന താരം രാഷ്ട്രീയത്തിലും ഇപ്പോൾ സജീവമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണച്ച പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു താരം. 2020 വേണ്ടി മത്സരിക്കാൻ തീരുമാനിച്ച എല്ലാം ചെയ്തുവെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലാതായതിനാൽ അവസാന നിമിഷം പിന്മാറേണ്ടി വരികയായിരുന്നു താരത്തിന്. പക്ഷേ NDയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായ പ്രചരണത്തിലും മറ്റും പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കിട്ട് പുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ദാമ്പത്യ ജീവിതം 23ാം വർഷത്തിലേക്ക് എത്തിയതിന്റെ സന്തോഷം ലക്ഷ്മിപ്രിയ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ 23 വർഷങ്ങൾ, ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ 23 വർഷം, 23ാം വാർഷികം, അതെ 23 കൊല്ലങ്ങൾ. എല്ലാവരും ഓർക്കുന്ന പോലെ ഇന്നലെ വൈകിട്ട് 5:45 മുതലാണ് ഞാൻ ലക്ഷ്മിപ്രിയ ആയത് എന്നാണ്. വിക്കിപീഡിയ പോലും 2 കൊല്ലം കുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. 24/2003 ഞായറാഴ്ച രാവിലെ 1/4 നൂറ്റാണ്ട് കാലം ആവാറായി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദൃഢമായ ബന്ധവുമില്ല. ഒരു ക്ഷമ പറച്ചിൽ ചേർത്ത് നിർത്തിയാൽ അലിഞ്ഞു ചേരാവുന്ന സങ്കടങ്ങൾ. അന്നത്തെ ആ 18കാരി പൊട്ടിക്കളുടെ ഭർത്താവും ചേട്ടനും അച്ഛനും ഒക്കെയുമായി അങ്ങനെയങ്ങ് നീണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിച്ചതോടെ ഈ യാത്ര എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ്. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേരത്തെ രംഗത്ത് വന്നത്. ദമ്പതികൾ മാതൃകയായി മാറിയിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. നാടകത്തിൽ ലക്ഷ്മിപ്രിയ സജീവമായ സമയത്താണ് ജയേഷിനെ പരിചയപ്പെടുന്നതും അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുന്നത്. ജനേഷ് മുൻപ് തനിക്ക് വിവാഹാലോചനകൾ വന്നിരുന്നുവെന്നും അവരിൽ ഒരാൾ 101 പവൻ സ്വർണം ആവശ്യപ്പെട്ടും മുടങ്ങിപ്പോയതാണ് എന്നും പിന്നീട് ആ വിവാഹം നടക്കാതിരുന്നത് നന്നായി എന്നെല്ലാം തന്നെ തോന്നിയിട്ടുണ്ടോ എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഒരു വിവാഹം നിശ്ചയിക്കുന്നതാണ് മാഞ്ഞാറിൽ നിന്നും. ഞങ്ങളുടെ ഒരു ബന്ധുക്കുട്ടിയായ വക്കീലായിരുന്നു വരൻ. അവന് 101 പവൻ ചോദിച്ചു. എത്ര കൂട്ടിയാലും 40 പവൻ കടക്കിലായിരുന്നു. എൻ്റെ അച്ഛന് സ്വർണം തൂക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും നിശ്ചയദാസിൻ്റെ ചെക്കൻ്റെ അമ്മ വന്ന് സ്ത്രീധന വിഷയം ഉന്നയിച്ചതും ഇഷ്ടമായില്ല. ആ വിവാഹം മുടങ്ങിയത് തനിക്ക് നന്നായി എന്നും ജയേഷേട്ടനെ കിട്ടിയത് വളരെയധികം സന്തോഷമാണ് എന്നെല്ലാം തന്നെയാണ് ലക്ഷ്മിപ്രിയയെ കുറിച്ചത്. സ്ത്രീധന വിഷയത്തിൽ പണ്ട് മുതലേ കേരളത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകളും ഇതിനാൽ ബുദ്ധിമുട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്മിപ്രിയ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.